ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താ പറഞ്ഞത്? വീട് കൂടുതൽ രണ്ട് പ്രാവശ്യം ഇതിവിടെ ബെഞ്ചെല്ലാം സെറ്റാക്കി വെച്ചിന്, ചെറുതായിട്ട് പെൻഡലെല്ലാം ഇട്ടിന്, അപ്പുറം അടുക്കള പണിയാക്കിക്കൊണ്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം രണ്ടാം പ്രാവശ്യം വീട് കൂടുതൽ. അന്ന് പച്ചക്കറി ആക്കിയിട്ടുണ്ടായി. ഇന്ന് ഫുള്ള് നോൺ വെജിൻ്റെ ഒരു കൈലാസം. നമുക്ക് അതെല്ലാം കാണാം. ഇവിടെ ഫുള്ള് കുക്കിംഗ് നടന്നുകൊണ്ടുണ്ട്. മാങ്ങ അച്ചാറ് സ്വന്തമായിട്ട് ഇട്ടിട്ടില്ല. മാങ്ങ അച്ചാറ്. അച്ഛാ ഇതെന്തിനില്ലത്? കടല കൂട്ടുകറിക്ക് കടല വേവിച്ച് വെച്ചിന്. ഇവിടെ ഉള്ളി കുറേ അരിഞ്ഞു വെച്ചിന്. ഇത് ക്യാരറ്റ്. ഇവിടെ അച്ഛൻ തന്നെ ക്യാരറ്റ് മുറിച്ചോണ്ട്. ഇതെന്തിനാ അച്ഛാ? ഇപ്പൊ യാര് പണ്ടറിയനും മനസ്സിലാവുന്നില്ല. ഇടി കുടുംബക്കാരെല്ലാം കത്തിയും പിടിച്ചിട്ടുണ്ട് അവിടെ. എല്ലാരും പണ്ടറി തന്നെ അല്ലയാ. എന്താ ഇതിപ്പോ യാര് പണ്ടറിയനും മനസ്സിലാവുന്നില്ലല്ലോ അല്ലയാ. എല്ലാരും ഒന്നൊന്നാക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ പണ്ടറിന് അയക്കൽ നല്ലതാണ്. അങ്ങോട്ട് വേണ്ടാന്ന് പായസം ചിക്കൻ മസാലക്ക് ബട്ടർ ഇട്ടോണ്ടില്ലതാ. ബട്ടർ നമ്മളുടെ ചിക്കൻ മസാല ഫുൾ റെഡി ആയില്ലേ? ഇത് ബിരിയാണി ഇത് ഫ്രണ്ടായി പോയ. ഇപ്പൊ നിശ്ചിതക്ക് ഇവിടെ ഒരു ഫ്രണ്ട് കിട്ടീന് പുതിയ. ഇത് ചില്ലിക്ക് ചിക്കന് കുറച്ച് വെച്ചിന്. ചില്ലി പരിപാടി ಎಲ್ಲ ಮಸಾಲೆ ಎಲ್ಲ ರೆಡಿ ಆಯ್ನಾಟಾ? ചില്ലി മസാല. ഇപ്പോൾ ഫർണിച്ചറെല്ലാം സെറ്റാക്കിന്. ഡൈനിങ് ടേബിള് ഇതൊന്നും നല്ല ഭാഗമുണ്ട് ദൈവത്തിൻ്റെ. ഇത് ഇവർക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത് സോഫ സെറ്റ്, ചില കാര്യങ്ങളെല്ലാം. എന്റെ ചേച്ചിന്റെ പിള്ളേരെ പരിചയപ്പെടുത്തി തരാം. ഇതെന്റെ മൂത്ത ചേച്ചിന്റെ വെല്ലിമന്റെ മോളുടെ മൂത്ത മോന്. അത് രണ്ടാമത്തെ കൊച്ച്. ഇത് നാനിയ. ഇതെന്റെ ചേച്ചിന്റെ മൂത്ത മോന്. ഇത് മൂത്ത ചേച്ചിന്റെ രണ്ടാമത്തെ മോന്. ഇത് ഏട്ടന്റെ രണ്ട് പിള്ളേര്, രണ്ട് കുട്ടികള്. അമ്പാടി ഇഷമു. മോള് കൈയെടുക്ക നിന്നെ കൈയെടുക്കുന്ന പറ വിടില്ല. നോക്കി അവള് മേക്കപ്പ് എല്ലാം ആക്കിട്ട് സുന്ദരിയായിന്. ആരെ കിട്ടു കൊടുത്തതിപ്പാ മകര്? ഓ ചേച്ചിന്റെ പൊട്ട് അവൾക്ക് ഇട്ട് കൊടുത്തത് അമ്മ. ഏത് പൊട്ട് കാട്ട്? പൊട്ട് എവിടെ ഉണ്ട് കാട്ടപ്പ? ഈ പൊട്ടാ. ഓതാ പൊട്ടെടുത്ത് അമ്മേന്റെ പൊട്ടെടുത്ത് ഇട്ട് കൊടുത്തതിന് കംപ്ലൈന്റ് കുട്ടികള്. കൂക്കമ്പർ മുറിച്ചുകൊണ്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് പറഞ്ഞാൽ ഓരോരോ ഐറ്റം നമുക്ക് ഓരോരോ ഡ്രസ്സ് മാറ്റില്ല. നേരത്തെ പായസാക്കുമ്പോൾ നിങ്ങൾ ചോന്നത് ഇട്ടിട്ടുണ്ടായിട്ടില്ല അല്ലയാ? ഇപ്പൊ ക്യൂക്കമ്പർ മുറിക്കുമ്പോൾ നമുക്ക് അതൊക്കെ അനുസരിച്ചിട്ടുള്ള കളറ്. ഇവരുടെ വീട്ടിൻ്റെ ബാക്കിൽ ഇതാ വലിയ കടൽ പോലത്തെ ഒരു പുഴ ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോയ ഒരു 600-700 മീറ്ററിൽ ഇവരുടെ വീടുള്ളത്. ഈ പുഴ കാരണം അന്ന് വെള്ളപ്പൊക്കത്തിൽ അവരുടെ വീടെല്ലാം ഇടിഞ്ഞു പോയത്. അപ്പോൾ കുറേ കഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ വീട് കെട്ടിന്. അവർക്ക് നല്ലതാവട്ടെ. ബിരിയാണിക്കുള്ള ചോറ് ഇതാ ഒരു വലിയ ചട്ടിയിൽ റെഡി ആയിക്കൊണ്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയത് ദമ്മിടും അല്ലേ അച്ഛാ? തുറന്നിട്ടായി. നമ്മളുടെ ചോറെല്ലാം സെറ്റായിന്. ഇതിനി നമ്മൾ പൊട്ടിക്കുമോ വിവരമായിട്ടൊന്ന് കാണാം. അപ്പോൾ ദമ്മു പൊട്ടിക്കാനായി. ദമ്മു പൊട്ടിച്ചുകൊണ്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ചോറ് ഏകദേശം ഫുൾ സെറ്റപ്പ് ആയിന്. പുറത്തെ ഉള്ളിയെല്ലാം ഇടുമ്പോൾ കളർഫുള്ളായി ചോറ്. ഇത് റെഡി, ഫുൾ റെഡി. എന്താ കളർ മാറി. ഉള്ളി ഇട്ടതും അതിൻ്റെ സ്റ്റൈലേ ചേഞ്ച് ആയി.
ഇതിപ്പോൾ കൂട്ടുകറിക്ക് കറിയായിക്കോളുണ്ട്. ഉള്ളിയും തേങ്ങയും ഇട്ടിട്ട് എണ്ണയിൽ വാട്ടിക്കൊണ്ടുണ്ട്, കൂടെ പച്ചമുളക്. അപ്പോൾ നമ്മൾ മട്ടൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, ഒരു ഇച്ചിരി ഗരം മസാല എല്ലാം ഇതിക്ക് ഇടുന്നത്. നമ്മളെ പണ്ടാരി ബായി ഇവിടുത്തെ ലോക്കൽ. കടല, ചേന, ഉരുളക്കിഴങ്ങ്, മത്തൻ, ഉരുളക്കിഴങ്ങ് ഒക്കെ അപ്പോൾ കടലെല്ലാം ഇടാം. നമ്മളുടെ കൂട്ടുകറി റെഡി. ഇതെന്ത് ജ്യൂസ് നമുക്കുണ്ടോ? യാർ വേണം കിടക്കയാ? എത്ര റുപ്യ? എല്ലാവരും വന്നു തുടങ്ങി. എല്ലാവരും ക്യൂ ആയിട്ട് വന്നുകൊണ്ടല്ലേ. ഇത് ഫുഡ്ക്ക് ടേബിൾ സെറ്റ് ചെയ്യാം. എല്ലാം ഞങ്ങളുടെ ചേച്ചിമാരും അനിയത്തിമാരും അമ്മൂമ്മൻ്റെ പറ. പപ്പട റെഡിയായി. ചോറ് കൊടുക്കാൻ റെഡിയായി എല്ലാവർക്കും. മാങ്ങച്ചാറ് വീട്ടിലാക്കിയത്, ഇത് ചെറുപുളി അച്ചാറ്, ചോറ്, ബിരിയാണീൻ്റെ റൈസ്, കച്ചമ്പർ, ചില്ലി, ബിരിയാണീൻ്റെ മസാല, ബിരിയാണി മസാല, സാമ്പാർ, പിന്നെ കടലക്കൂട്ട് കറി, പപ്പടം. നിശ്ചിക്ക് ഏത് ഇഷ്ടമായി? പെരുഞ്ചോറ് വരാനുണ്ടല്ലേ. പായസം, ചെറുപയർ പായസം എല്ലാം. ചോറ് വയ്ക്കാൻ റെഡിയായിന്. ചോറ് കൊടുത്തുകൊണ്ടുണ്ട്. എല്ലാവരും വരി വരിയായിട്ട് വരുന്നുണ്ട്. സപ്ലൈ മാന് ഒന്ന് കുറയ്ക്കാൻ പാടില്ല. അപ്പോൾ താങ്ക് യു. ഇവർ തന്നെ നമ്മളുടെ ഈ വീട് കെട്ടിയതിൻ്റെ കോൺട്രാക്ടർ. അപ്പോൾ താങ്ക് യു കേട്ടോ, ഒരിക്കൽ കൂടി താങ്ക് യു. പായസം എങ്ങനെയുണ്ട്? സൂപ്പറായിനാ? ഇതാ ഒരാള് സപ്ലൈ ആക്കുന്ന ഗ്യാപ്പിൽ പപ്പട പായസം എല്ലാം തിന്നിട്ട് കുടിച്ചിട്ട് വയറിനരച്ചുണ്ട്. നേരത്തെ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കാൻ കാത്തുകൊണ്ട് കിട്ടിയോണ്ടില്ല, ഫുള്ള് തിരക്ക്. ഇപ്പൊ ഇവർക്ക് എന്ത് പണി പറഞ്ഞ ഇവിടെ നിൽക്കല്, ഇതിവിടെ ആൾക്കാരെല്ലാം ചോറുണ്ടോണ്ട്, ആർക്കെങ്കിൽ എന്തെങ്കിലും കുറവുണ്ട് പറഞ്ഞ് അപ്പാട് ഓടല് അല്ലേ. തിരക്ക് കുറഞ്ഞ് എല്ലാവരും ഇരുന്നിട്ട് ചോറുണ്ടോണ്ടുണ്ട്, അമ്പിട്ട് അടി അടിച്ചോണ്ടുണ്ട് ഓരോരാളും. തിരക്കെല്ലാം കുറഞ്ഞിട്ടാകുമ്പോൾ എല്ലാവരും ഇരുന്ന് ചോറ് വയ്ക്കുന്നുണ്ട്. ഇത് ചേച്ചിയും അനിയത്തിയും, തന്നെ എൻ്റെ ചേച്ചി. ഇത് അപ്പോൾ അപ്പുറം ഇരുന്ന് ചോറ് വഹിച്ചുകൊണ്ടുണ്ട്. അപ്പോൾ ഇത് ധന്യൻ്റെ കൂടെ നിന്ന് ഇതൊരു ഫാമിലി. ഇവര് നമ്മളുടെ അനിയത്തിൻ്റെ അവരുടെ ആരുടെ അപ്പോൾ ഇവര് നമ്മളുടെ അനിയത്തിൻ്റെ അവരുടെ ചാനലിനെ സ്ഥിരമായിട്ട് കാണുന്നവരല്ലേ. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോയെല്ലാം എടുത്ത് ഇവരും അത്ര തന്നെ ധന്യൻ്റെ അമ്മേൻ്റെ വീട് ഓപ്പണിങ്ങിക്ക് വന്ന്. അപ്പോൾ അവിടെ നമ്മൾ കണ്ടുമുട്ടി. താങ്ക് യു. അങ്ങനെ ഇപ്പോൾ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞു, എല്ലാവരും പോയി. എല്ലാ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ് കുറേ ആൾക്കാർ കൂടിയിട്ടുണ്ട്. ഈ ചോറെല്ലാം കൊണ്ടിട്ട് എല്ലാവരും പോയി. അപ്പോൾ ഇവരുടേത് എത്രയോ 2 പ്രാവശ്യമായി വീട് ഓപ്പണിംഗ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പെടയല്. അപ്പോൾ ആ പ്രോഗ്രാമും തീർന്ന്. അപ്പോൾ അടുത്ത നല്ല വിശേഷങ്ങളുമായിട്ട് വന്നിട്ട് കാണാം. ബൈ.